തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ ബി.ജെ.പിയുടെ സീൽ പതിച്ച സംഭവം ആസൂത്രിതമെന്ന് സംശയം. ബി.ജെ.പി സീൽ പതിച്ച് ഉത്തരവ് വിതരണം ചെയ്യാൻ കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ ജയ്സിൽ പി അസീസ് ഭരണപക്ഷ സംഘടന അനുകൂലിയാണ്. ജയ്സിൽ പി അസീസിനെ സസ്പെൻഡ് ചെയ്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം ഉത്തരവിറക്കി. ഉണ്ടായത് ശ്രദ്ധക്കുറവാണ് എന്നാണ് സസ്പെൻഷൻ ഉത്തരവിലെ പരാമർശം. വിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ളൊരു വിവാദം ബി.ജെ.പിയുമായി ചേർത്ത് സൃഷ്ടിക്കുകയായിരുന്നു ഈ സീൽ വിവാദം. ആ ഘട്ടത്തിൽ ഇടത് വലത് മുന്നണികൾ ഇത് ബി.ജെ.പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും ദുരുപയോഗം ചെയ്യുവാനുമുള്ളൊരു വലിയ ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ വലിയ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ തന്നെ CPM-ഉം കോൺഗ്രസും വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിരുന്നു. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വിവിധ നേതാക്കൾ ഇതിൻ്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴും പഴിചായിരുന്നത് ഈ രണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പഴിചായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJP-യുമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഔദ്യോഗിക കത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീൽ വരാനിടയായത് അത് ഒരു ക്ലർക്കിൻ്റെ അശ്രദ്ധ മൂലമാണ് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും അനുകൂലിയായ ഒരു വ്യക്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ. പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാൻ സാധിക്കുന്നത് അദ്ദേഹം സജീവമായി ഈ ഇടതുപക്ഷ സംഘടനകളുമായി അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ IT വകുപ്പിലെ അസിസ്റ്റൻ്റായ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജയ്സൻ പി അസീസിനാണ് സസ്പെൻഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യാലയം പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും നിലവിൽ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് ഈ സസ്പെൻഷനിലെ ഉത്തരവിൽ പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്. ഈ പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ BJP നിലപാട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു സീല് പതിപ്പിച്ച ഒരു ലെറ്റർ പുറത്തു വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2019 ആ ഒരു ഓർഡറാണ്. നമുക്ക് ആ ഓർഡർ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സർക്കുലറാണ്. നേരത്തെ 2019 എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തായിരുന്നു അത് അത്തരത്തിൽ BJP-ക്കും നൽകിയിരുന്നു. അതിൽ BJP-യുടെ ഓഫീസിലെത്തിയപ്പോൾ അത് സീല് പതിപ്പിച്ച് BJP ഓഫീസിൽ സൂക്ഷിച്ചു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു സർക്കുലർ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നൽകുകയായിരുന്നു. ആ കത്താണ് വീണ്ടും സർക്കുലറായി ഈ ഉദ്യോഗസ്ഥൻ പ്രചരിപ്പിച്ചത്. അതാണ് വലിയ തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ വലിയ പാകപ്പിഴ പറ്റിയതെന്ന ഒരു അശ്രദ്ധ മൂലം പറ്റിയതെന്ന നിലപാട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സസ്പെൻഷനിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഇദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു പ്രതിനിധി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭരണാനുകൂലിയായ ഒരു ജീവനക്കാരനായതുകൊണ്ട് തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് സംബന്ധിച്ചുള്ള സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഒരു അശ്രദ്ധ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ആ ഒരു അശ്രദ്ധ നടന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലാതെ അത് മെയിൽ വഴിയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ സർക്കുലർ നൽകിയത്. ആ സർക്കുലർ നൽകുമ്പോൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർക്കുലർ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുമ്പോൾ അത് BJP-യുടെ സർക്കുലർ ആയിരിക്കെ പോലും ആ സർക്കുലർ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുമ്പോൾ ആ സീല് മാറ്റാതെ എങ്ങനെ നൽകി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതിലാണ് ദുരൂഹത ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ട പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഓക്കെ വിനീഷ്, എന്തായാലും വളരെ നിർണായകമായ വിവരമാണ് ജനം TV ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്ന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ BJP-യുടെ സീൽ പതിച്ച സംഭവം ആസൂത്രിതം എന്ന സംശയമുണ്ടാകുന്നു. BJP-യുടെ സീൽ പതിച്ച് ഉത്തരവ് വിതരണം ചെയ്യാൻ കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ ജയ്സിൽ പി അസീസ്, ഇയാൾ ഭരണപക്ഷ സംഘടനകളുടെ അനുകൂലിയാണ്. ജയ്സൺ പി അസീസിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് ഇയാളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന വിശദീകരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനീഷാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുമായി ചേർന്നത്.